അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ഷഅബാൻ മാസത്തിലെ 15-ാമത്തെ രാവിനെയാണല്ലോ ബറാഅത്ത് രാവ് എന്ന് പറയാറുള്ളത്. ഈ വർഷത്തെ ബറാഅത്ത് രാവ് ഞായറാഴ്ചയും ബറാഅത്ത് ദിനം തിങ്കളാഴ്ചയുമാണ്. അപ്പോൾ ബറാഅത്ത് രാവിൽ നാം ധാരാളം ഇബാദത്തുകൾ നിർവഹിക്കുന്ന പതിവ് മുൻകാലം മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 3 യാസീൻ ഓതുക എന്നുള്ളത്. 3 യാസീൻ ബറാഅത്ത് രാവിൽ നാം ഓതുക. മഗ്രിബ് നിസ്കാര ശേഷമാണ് നാം യാസീൻ ഓതേണ്ടത്. യാസീൻ ഓതുന്നതിന് മുമ്പ് സൂറത്ത് ദുഹാൻ ഒരു പ്രാവശ്യം ഓതുക. പരിശുദ്ധ ഖുർആനിലെ 44-ാമത്തെ അധ്യായമാണല്ലോ സൂറത്ത് ദുഹാൻ. 59 ആയത്തുകൾ മാത്രമാണ് സൂറത്ത് ദുഹാനിലുള്ളത്. ആ സൂറത്തിൽ തന്നെ ബറാഅത്ത് രാവിനെ കുറിച്ച് ഒരു പരാമർശവും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂറത്ത് ദുഹാൻ ഓതണമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് ദുഹാൻ ഒരു പ്രാവശ്യം ഓതുക. അതിനുശേഷം ഒരു യാസീൻ ഓതുക. യാസീൻ പൂർത്തിയായതിനു ശേഷം നാം ദുആ ചെയ്യ, പടച്ചോനെ, ഈ യാസീൻ ഓതിയത് എനിക്കും എൻ്റെ കുടുംബത്തിനും ദീർഘായുസ്സിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ നാഥ എന്ന് നല്ലപോലെ ആത്മാർത്ഥമായി നാം ദുആ ചെയ്യുക. അതിനാണ് 1-ാമത്തെ യാസീൻ ഓതേണ്ടത്. 2-ാമത്തെ യാസീൻ നാം അതിനുശേഷം ഓതുക. 2-ാമത്തെ യാസീൻ ഓതിയതിനു ശേഷം നാം ദുആ ചെയ്യേണ്ടത്, പടച്ചോനെ, എനിക്കും എൻ്റെ കുടുംബത്തിനും ഭക്ഷണത്തിൽ നീ വിശാലത നൽകണേ, സുഭിക്ഷമായ ഭക്ഷണം നൽകണേ എന്നാവണം. ദാരിദ്ര്യമില്ലാതെ ജീവിക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്രാർത്ഥന പറ്റിയ സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് 2-ാമത്തെ യാസീൻ ഓതി നാം ഈ ദുആ ചെയ്യുക. ശേഷം 3-ാമത്തെ യാസീൻ നാം ഓതുക. 3-ാമത്തെ യാസീൻ ഓതിക്കഴിഞ്ഞ് നാം ദുആ ചെയ്യുക, പടച്ചോനെ, എനിക്കും എൻ്റെ കുടുംബത്തിനും സൽമരണം നൽകണേ എന്ന, നല്ല മരണത്തിന് വേണ്ടി, ആഖിബത്ത് നന്നായി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. ഇങ്ങനെ 3 യാസീനാണ് നാം ഓതേണ്ടത്. 1-ാമത്തെ യാസീൻ ദീർഘായുസ്സിന് വേണ്ടിയാണ്, 2-ാമത്തേത് ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ വേണ്ടിയാണ്, 3-ാമത്തേത് സൽമരണത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയാണ് നാം ഓതേണ്ടത്. ഇത് ഇശാ മഗ്രിബിനിടയിലാണ് ഈ യാസീനുകൾ ഓതേണ്ടതെന്നും ഇവയ്ക്കിടയിൽ യാതൊരു സംസാരവും ഉണ്ടാവരുത് എന്നും മഹാനായ ഇബ്രാഹിം തമീരി റളിയല്ലാഹു തആല പറഞ്ഞതായി കാണാം. ഇത്ഹാഫിലൊക്കെ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചില ആളുകൾ അസറിന് ശേഷമാണ് ഓതേണ്ടത് എന്ന് പറയാറുണ്ട്. അതിന് കിതാബിൽ എവിടെയും തെളിവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഇല്ല എന്നല്ല, നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അസറിന് ശേഷം ഓതുന്നവർക്ക് അങ്ങനെ ഓതാം, മഗ്രിബിന് ശേഷം ഓതുന്നവർക്ക് അങ്ങനെ ഓതാം. ഏറ്റവും നല്ലത് മഗ്രിബിന് ശേഷം ഓതൽ തന്നെയാണെന്നാണ് മനസ്സിലാവുന്നത്. ഇനി രണ്ടും ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ഓതാം. അസറിന് ശേഷം ഒരു 3 യാസീൻ, മഗ്രിബിന് ശേഷം 3 യാസീൻ എന്നിങ്ങനെയും ഓതാവുന്നതാണ്. ഏതായിരുന്നാലും ഈ വരുന്ന ബറാഅത്ത് രാവിൽ 3 യാസീൻ ഓതാനും ആ 3 യാസീനിലൂടെ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ എനർജിയും സമ്പാദിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.